മനുഷ്യരുടെ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് നാട്ടുകൂട്ടത്തിന്റെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബഫർ സോൺ സമരമൊക്കെ വലിയ തീപാർന്ന സമരമായി മാറിയ കോട്ടയം ജില്ലയുടെ കിഴക്കൻ അതിർത്തിയായ പമ്പാവാലിയിലാണ്. പമ്പാവാലിയിലെ പ്രശ്നം കേവലം ബഫർ സോൺ എന്ന പ്രശ്നം മാത്രമല്ല, കാലങ്ങളായി വർഷങ്ങളായി അവർ അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ മനുഷ്യർക്കുണ്ട്. ആ മനുഷ്യരിൽ നിന്ന് തന്നെ നമുക്ക് അത് കേൾക്കാം എന്ന് കരുതുകയാണ്. ബഫർ സോണാണ് കേരളത്തിൽ മൊത്തത്തിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ആഴമുള്ളതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ. സമരസമിതി ചെയർമാൻ കൂടിയാണ് സെബാസ്റ്റ്യൻ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബഫർ സോൺ സംബന്ധിച്ച പ്രശ്നങ്ങൾ അലയൊഴിക്കുമ്പോഴും പമ്പാവാലി ഏഞ്ചൽ വാലിക്കാരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾ ഈ ഭൂപടത്തിൽ നിന്നാണ്. കേരള സംസ്ഥാനത്ത് ജനവാസ മേഖല എന്ന് പറയുന്നത് ഞങ്ങളില്ല, വനത്തിലാണ്. അപ്പം ആദിവാസികൾക്കുള്ള സ്റ്റാറ്റസ് പോലും, കാരണം ഞങ്ങൾ ഈ ഉപഗ്രഹ ഭൂപടത്തിലോ ഒന്നും ഞങ്ങളുടെ രേഖകളില്ല. അപ്പോൾ ഈ 1200 കുടുംബങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നതായിട്ടാണ്. ചെറിയ ഒരു പ്രദേശമല്ല, 1200 കുടുംബങ്ങളുണ്ട്. അതിൽ കൂടുതൽ ആളുകളും ജീവിക്കുന്നുണ്ട്. ആളുകൾ 1200 കുടുംബങ്ങളിൽ 5000 ജനങ്ങൾ ഇവിടെ ഉണ്ട്. വിവിധ മതസ്ഥാപനങ്ങൾ, 8ഓളം മതസ്ഥാപനങ്ങൾ ഇവിടെയുള്ള വികസനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നടന്നിട്ടുള്ള പ്രദേശമാണ്. കാരണം പണ്ട് കാലം മുതൽ ഞങ്ങൾ വളരെ അധ്വാനിച്ച് ഈ വികസനങ്ങളെല്ലാം ഉണ്ടാക്കിയ സത്യത്തിൽ ഇവിടുത്തെ നാട്ടുകാരാണ്. ഈ റോഡുകൾ പോലും ഉണ്ടാക്കിയത്, ഈ 2 പാലങ്ങൾ ഉണ്ടാക്കിയ നാട്ടുകാരാണ്. മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റി ഫാദർ മാത്യു വടക്കമരുടെ നേതൃത്വത്തിൽ ജനങ്ങൾ അഹോരാത്രം പണിയെടുത്തുണ്ടാക്കിയ റോഡും കലുങ്കളും പാലങ്ങളും ഇവിടെ ഉള്ളൂ. സർക്കാർ അതിനുശേഷമാണ് പിടിപിടി റോഡായിട്ട് ഏറ്റെടുത്തത്. അപ്പോൾ അങ്ങനെ വികസനം ഉണ്ടാക്കി ഇവിടെ തന്നെ ആളുകൾ 1948 മുതൽ ഇങ്ങനെ താമസിച്ച് വികസനങ്ങൾക്ക് ഇങ്ങനെ കുതിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പം വനമാണ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം വനമാകുമ്പോൾ സ്വാഭാവികമായിട്ട് വന നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടും. ബഫർ സോണിൽ പോലും വന നിയമം വരികയാണ്. ഇന്നത്തെ ബഫർ സോൺ നാളത്തെ വനമാണ്, യാതൊരു തർക്കവുമില്ല. അപ്പം ആ ബഫർ സോണിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവരെ സംബന്ധിച്ച് വരുമ്പോഴും ഞങ്ങൾ വനമാണെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ട്, വന നിയമം കർശനമായി അടിച്ചേൽപ്പിക്കൊള്ളൊന്നും യാതൊരു തർക്കവുമില്ല. ഞങ്ങളുടെ ജീവിതം ദുസ്സഹമായി, ഞങ്ങൾ വഴിമുട്ട് നിൽക്കുകയാണ്. അതായത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത വികസനവും നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത നാടുമാണിത്. അവിടെ നിന്നാണ് നിങ്ങൾ ഇതിപ്പോ വനമാണെന്ന് പറയുന്നത്. എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ 75 വർഷത്തോളമായി ഇവിടെ താമസമായിട്ട്. ഞങ്ങളുടെ പിതാക്കന്മാർ ഇവിടെ വന്നതാ. കുത്തവപ്പാട്ട വ്യവസ്ഥയിലാണ് ഞങ്ങളൊക്കെ ഇവിടെ കാർഷിക മേഖലയിലേക്ക് വന്നത്. അന്ന് മുതൽ ഇവിടെ അധ്വാനിച്ച് ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞാൽ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു മതസൗഹാർദ്ദ നിലവാരത്തിലും ഉന്നത നിലവാരത്തിൽ ജീവിത നിലവാരം കെട്ടിപ്പുലർത്തുന്ന കർഷകന് ഉതകുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഞങ്ങൾ മരിച്ചടക്കുക അല്ലാതെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ഏത് സർക്കാർ ഏതൊക്കെ നിയമം കൊണ്ടുവന്നാലും. ഇതിനു മുമ്പും ഇതുപോലെ പാറക്കടവ് ഡാം വന്നു. ഡാം വന്നപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഭീഷണിയായിരുന്നു. ഞങ്ങൾ മൊത്തം ആളുകൾ ഒന്നിച്ചു നിന്നു. ആ ഡാം ഉപേക്ഷിക്കപ്പെട്ടു. അതുപോലെ പൊതുവായിട്ടുള്ള വിഷയം വരുമ്പോൾ രാഷ്ട്രീയമോ കക്ഷിയോ ഒന്നുമല്ല, ഇലക്ഷനിലെ ഉള്ളിൽ ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നത്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കും. ആ ഒന്നിച്ചു നിന്ന് മുന്നോട്ട് തന്നെ പ്രവർത്തിക്കും, മുന്നോട്ട് തന്നെ പോകുമെന്നുള്ളതിന് ഇരിക്കുക. മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ പുറകോട്ട് മാറുന്ന പ്രശ്നമില്ല. അതായത് CPM-ഉം കോൺഗ്രസും BJP-യും എല്ലാവരും ഉണ്ട് അല്ലെ? ഇവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഞങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇന്നിപ്പോൾ ഞങ്ങളെ ഏറ്റവും വെല്ലുവിളിയായി തീർന്നിരിക്കുന്നത്. ഞങ്ങളുടെ പിതാക്കന്മാർ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ഒരുമയോടെ പ്രവർത്തിച്ച മേഖലയിൽ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു. ഒരു ലോൺ എടുക്കാനോ ഒരു വീട് വെക്കാനോ ഇത് വിൽക്കാനോ ഒന്നും വല്ലാത്ത ഒരു സാഹചര്യം. കാട്ടിലേക്ക് പൂർവന്മാർ പോയതുപോലെ തിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് മരിച്ചു വീഴേണ്ടി വന്നാലും ഞങ്ങളുടെ ജീവിതം അവസാനിക്കുന്ന നിമിഷം വരെ ഒറ്റക്കെട്ടായി ഈ നാട്ടിലെ സർവ്വജനങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ഇതിനെതിരെ പോരാടുമെന്ന് മാത്രം ഞങ്ങൾ പറയുകയാണ്. എന്താണ് താങ്കളുടെ ഒരു അനുഭവങ്ങൾ ഇതിൽ? ഈ പമ്പാവലി മേഖല, അതിന്റെ പമ്പയാറിന്റെ തെക്ക് സൈഡാണ് ഏഞ്ചൽ വയൽ പ്രദേശം. അതിന്റെ വടക്ക് പ്രദേശം തുലാപ്പള്ളി മേഖല. ഇത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പമ്പാവലി പ്രദേശമാണ്. ഇവിടെ ഈ പമ്പാവലി 2 കരയിലുമായിട്ട് ഈ പമ്പാവലി മേഖല ഏതാണ്ട് ഒരു 10-25,000 കുടുംബങ്ങൾ, 10-25,000 ജനസാന്ദ്രതയുള്ള ഒരു 10,000-5,000 കുടുംബങ്ങളെങ്കിലും അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഞങ്ങൾ 1947-48 കാലഘട്ടത്തിൽ ഭക്ഷ്യക്ഷാമം നേരിട്ടപ്പോൾ സർക്കാർ കൃഷിക്കായിട്ട് ഞങ്ങളുടെ പിതാക്കന്മാരെ കുടിയിരുത്തിയ പ്രദേശം ആണ് ഇത്. പട്ടാളക്കാർക്ക് ഗവൺമെന്റ് ലെവി ചുമത്തിക്കൊണ്ട് കൃഷിക്ക് വേണ്ടി കൊടുത്തതാണ്. ആ ഭൂമിയിൽ ഞങ്ങളുടെ പിതാക്കന്മാരെ അധ്വാനിച്ച് ഇപ്പം 4ാം തലമുറക്കാരാണ് ഞങ്ങളിവിടെ അധിവസിക്കുന്നത്. അക്കരെ കരക്കാരായ ഞങ്ങൾ, അതായത് തുലാപ്പള്ളി കര പെരുന്നാട് പഞ്ചായത്തിന്റെ 6, 7, 8 വാർഡുകളും അട്ടത്തോട് ഉൾപ്പെടെയുള്ള 9ാം വാർഡും ഉൾപ്പെട്ട പ്രദേശമാണ് ബഫർ സോണിൽ പെടുന്നത്. ഈ ഏഞ്ചൽ വാലി പ്രദേശം ടൈഗർ പ്രോജക്ടിന്റെ ഇതിൽ പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും 1 കിലോമീറ്റർ എയർ ലെന്ത് ആണെങ്കിൽ പമ്പാവലി പ്രദേശം തുലാപ്പള്ളി പ്രദേശം മുഴുവൻ അതിന്റെ ഉള്ളിലാവും.
അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾക്ക് ഞങ്ങൾ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ഞങ്ങൾ ചോര നീരാക്കി ഞങ്ങൾ സ്വയം അധ്വാനിച്ച് ഉള്ള വികസനമാണ് ഈ പമ്പാവലി യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. 90-ന് ശേഷമേ സർക്കാർ തലത്തിൽ ഇവിടെ ഒരു വികസനം എന്തെങ്കിലും ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ നാട്ടിൽ ഞങ്ങളുടെ പിതാക്കന്മാരും നേതൃത്വം കൊടുത്ത് ചോര നീരാക്കി കാട്ടാനയോടും മൃഗങ്ങളോടും പോരാടി ഇന്ന് ഈ രീതിയിൽ പ്രകൃതി രമണീയമാക്കിയ ഈ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്ത സ്ഥിതി ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല. ബഫർ സോണ് വന്നാൽ ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യം ഒന്നും ഉണ്ടാകത്തില്ല, അത് ശരിയാണ്. പക്ഷേ ഇപ്പം തന്നെ ഒരു 15 വർഷമായിട്ട് വനാതിർത്തിയോട് അടുത്ത് താമസിക്കുന്ന ഞങ്ങൾ വനത്തിൽ യാതൊരുവിധ ഉപദ്രവങ്ങളും ഞങ്ങൾ ചെയ്യുന്നില്ലാത്തതിന്റെ വെളിച്ചത്തിൽ ഇന്ന് വന്യമൃഗങ്ങളുടെ രൂക്ഷമായ ശല്യങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ബഫർ സോണുകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വയം ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യത്തിലേക്ക് നീങ്ങിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങളിതിനെ സമ്മതിക്കില്ല. എന്ത് വില കൊടുത്തും ഞങ്ങൾ ഇതിന് മുന്നിൽ നിൽക്കും. മുമ്പ് ഈ പറഞ്ഞതുപോലെ ഒത്തിരി സമരങ്ങൾ നേതൃത്വം നൽകിയ പ്രദേശമാണ് പമ്പാവലി. പ്രതിരോധം തീർക്കാൻ എന്ന സാഹചര്യത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന പ്രദേശമാണ്. കാരണം ഞങ്ങളുടെ പ്രദേശം നിങ്ങൾക്കെതിരെ ഇപ്പം ഒരുപാട് കേസ് വരികയും അതൊക്കെ വരുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനു മുമ്പ് കേസ് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്നാ വെച്ചാൽ 66-ലാണ് പമ്പാവലി 66-ലാണ് പമ്പാവലി അക്കരെ പട്ടയം കിട്ടിയത്. അവിടെ അന്ന് പട്ടയം കിട്ടുമ്പോൾ സ്റ്റേ ഉണ്ടായി. പാറക്കടവ് ഡാം വരും. അതിലേക്ക് വരാം. എവിടെയാണ് നിങ്ങൾ ചതിക്കപ്പെടുന്നത്? അതായത് ഈ പട്ടയം കിട്ടിയവരാണ് നിങ്ങൾ, പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ കാര്യം ഒരുപക്ഷെ ചെകുത്താനും കടലും നടുക്കെന്നൊക്കെ പറയുന്ന പോലെ എവിടെയെന്ന് അറിയാത്തൊരു സ്ഥിതിയാണ്. എവിടെയാണ് ചതിക്കപ്പെടുന്നത്? വനം വകുപ്പ് മുൻകൂട്ടി നിശ്ചയിച്ച ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന തീരുമാനം. ഇവിടെ EDC അക്കോഡോർമെന്റ് കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ആളുകൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നടത്തി. കാർബൺ ഫണ്ടിന്റെയും പെരിയാർ ഫൗണ്ടേഷന്റെയും ഒക്കെ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ ഇവിടെ ആളുകളെ വലയിലാക്കി നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല, എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും എന്നാൽ മറ്റൊന്ന് നിങ്ങളെ കുടിയേൽപ്പിക്കും, അല്ല പട്ടയത്തിനുള്ള നടപടികളൊക്കെ നടക്കുന്നു. പക്ഷേ ഇതിന്റെ അതിർത്തിയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതായത് ഇതിനകത്ത് ഈ പെരിയാർ ടൈഗർ റിസർവ് വരയ്ക്കുമ്പോൾ നിങ്ങൾ വനത്തിലാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. അതിന്റെ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ഇതിനൊക്കെ വേണ്ടി ശ്രമിച്ച ആളുകളാണ്, ഈ വനംവകുപ്പായിട്ട് സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ. പക്ഷെ ചതി മനസ്സിലാകുന്നത് ഈ ഭൂപടം വന്നപ്പോഴാണ്. ഈ ഭൂപടം വന്നപ്പോൾ ഇതിനു മുൻപ് നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് കൂടി അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നതാണ്, എന്നിട്ടും അതൊന്നും നടപ്പാകുന്നില്ല എന്നൊരു പ്രശ്നം. 1980 ഇവിടെ മുങ്ങാത്തോട്ടം എന്ന് പറഞ്ഞ ഒരാൾ ഒരു കുടുംബം താമസിച്ചിരുന്നു. അവർക്ക് ഹൈക്കോടതിയിൽ നിന്നൊരു വിധിയുണ്ട്. ആ വിധിയുടെ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് യാതൊരു കാരണവശാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഇവരുടെ പറമ്പിൽ കയറി അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ബോധ്യമുണ്ടായപ്പോൾ ഹൈക്കോടതിയിൽ പോയ ഒരു വിധി സമ്പാദിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ലിയാലിന്റെ പറമ്പിൽ കയറാനോ മറ്റോ പറ്റില്ല എന്നൊരു ഉത്തരവുണ്ട്. അത് ഇവർക്ക് പട്ടയം കൊടുക്കണമെന്നും ആ ഉത്തരവ് പറയുന്നുണ്ട്. പക്ഷെ അത് നടത്തിയെടുക്കാൻ അന്നത്തെ കാലത്ത് കഴിഞ്ഞില്ല. കാരണം അന്നത്തെ 980 എന്ന് പറയുന്നത് നമുക്ക് വളരെ മുമ്പുള്ള. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടിരിക്കുന്ന ഹൈക്കോടതി പോലും അംഗീകരിച്ച് ഞങ്ങളുടെ പട്ടയം ആ പട്ടയഭൂമിയിൽ താമസിക്കുന്ന ഞങ്ങൾ. കാരണം ഇന്നലെ അടച്ചു, ഇന്നും അടച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രദേശം അത് വനഭൂമിയാണെന്ന് ഉപഗ്രഹ സർവേയിൽ കണ്ടപ്പോൾ ഞങ്ങൾ വനമന്ത്രിയോട് ചോദിച്ചപ്പോൾ ഈ ഉപഗ്രഹ സർവേ അല്ല, ഇവിടെ എല്ലാം പച്ചപ്പായതുകൊണ്ട് പച്ചയായി കണ്ടതുകൊണ്ട് വനമായി തോന്നിയതാണെന്ന് പറഞ്ഞ വനമന്ത്രിയാണ് നമുക്കുള്ളത്. അപ്പോൾ പിന്നെ ഏറ്റവും ഒടുവിൽ വനമന്ത്രി നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട് 19-ാം തീയതിയോടുകൂടി ഈ പ്രശ്നമെല്ലാം പരിഹരിക്കും എന്ന്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും മന്ത്രിയുടെ പ്രസ്താവന വരുന്നുണ്ട്. വനംവകുപ്പ് മന്ത്രിയെ സംബന്ധിച്ച് വൈൽഡ് ലൈഫ് ബോർഡിന്റെ കാര്യമാണ്. ഈ വൈൽഡ് ലൈഫ് ബോർഡ് ഇന്നലെ തുടങ്ങിയതല്ല. കേരളത്തിലോ അല്ല ദേശീയ തലത്തിലോ വൈൽഡ് ലൈഫ് ബോർഡ് എന്ന് പറയുന്ന കാലഘട്ടമുള്ള ബോർഡാണ്. ആ ബോർഡിൽ ഞാൻ അറിഞ്ഞനുസരിച്ച് ഇന്നലെയാണ് MLA പോലും അറിയുന്നതാണ് കേട്ടോ അങ്ങനെ അതിന്റെ ബോർഡ് മെമ്പറാണെന്ന്. വൈൽഡ് ലൈഫ് ബോർഡിൽ അംഗമാണ് എന്ന് പോലും ഞങ്ങളുടെ MLA അറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണെന്നാണ് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരോടൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ള ഗ്രാഹ്യം പമ്പാവലിയെക്കുറിച്ച് ഒരു ഗ്രാഹ്യവും ഈ പറയുന്ന വനംവകുപ്പ് ഭരിക്കുന്ന മന്ത്രിക്കോ ഞങ്ങളുടെ പ്രദേശത്തുള്ള MLAക്ക് ഒന്നും അറിയില്ല എന്നുള്ള സത്യമാണ്. അപ്പോൾ അറിയണമെങ്കിൽ ഇവിടുത്തെ ആളുകളെ നേരിട്ട് അറിയാവുന്നവരോട് ചോദിച്ച്. നമ്മൾ ഈ ഉദ്യോഗസ്ഥരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ജോലി ചെയ്യുന്നവരാണ്. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ജനപ്രതിനിധികൾക്കാണ്. ഈ ഉദ്യോഗസ്ഥർ കൊടുക്കുന്നത് ഇവർ അംഗീകരിച്ച് ഒപ്പിടുന്നു എന്നുള്ളതല്ലാതെ പുതിയപ്പെട്ട് പഠിക്കാൻ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്നത് അതുകൂടി അംഗീകരിക്കുന്നു, അല്ലാതെ ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇതുവരെ ജനപ്രതിനിധികൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത. എന്താണ് ചേട്ടാ പറയാനുള്ളത്? അതായത് ഞങ്ങൾക്കിവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇരുന്ന ഉദ്യോഗസ്ഥരുടെ ചില പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇത് എരുമേലി പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയിലുള്ള 2 വാർഡാണ്. പെരിയാർ റിസർവിന്റെ അതിർത്തി എന്ന് പറയുന്നത് ഏകദേശം ഇവിടുന്ന് 1 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ അതിന്റെ ജെണ്ടയിൽ ഈ ബഫർ സോണിന്റെ അതിര് ക്രമീകരിച്ചിരുന്നെങ്കിൽ പത്തനംതിട്ട ജില്ലയുടെ ഭാഗമായ കൊല്ലമുള വില്ലേജ് ഈ ബഫർ സോണിന്റെ അതിർത്തിയിലേക്ക് വരുവാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. അപ്പോൾ അന്ന് ഏകദേശം ഒരു 20-22 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ പേര് ഇവിടെ പല പ്രാവശ്യമായിട്ട് ആവർത്തിക്കുകയുണ്ടായി.
അപ്പം ആ ഉദ്യോഗസ്ഥന്റെ ചില നിഗൂഢ ഉദ്ദേശത്തിന്റെ ഫലമായിട്ട് അന്ന് തുടങ്ങിവെച്ച ചില പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഈ പ്രദേശം ഇന്ന് വനഭൂമിയായി. കാരണം റിസർവ് വനത്തിന്റെ 1 കിലോമീറ്ററിന്റെ അപ്പുറത്ത് കിടക്കുന്ന പമ്പയാറ് ഇതിന്റെ ബൗണ്ടറി ആയിട്ട് നിയോഗിച്ചപ്പോൾ അതിന്റെ അടുത്ത് കിടക്കുന്ന പ്രദേശമായ പെരുന്നാട് പഞ്ചായത്തിന്റെ 6, 7, 8 വാർഡും പെരുന്നാട് വില്ലേജിന്റെ ഭാഗമായിട്ടുള്ള അട്ടത്തോട് നിലയ്ക്കൽ ഭാഗങ്ങളും ബഫർ സോണിന്റെ പരിധിയിലേക്ക് വരുവാനായിട്ട് ഇടയായി. അപ്പോൾ ഇവിടെ ഈ മാപ്പ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഉണ്ടായ അബദ്ധ സംവിധാനങ്ങൾ മാറ്റി ഈ പെരിയാർ റിസർവിന്റെ ബഫർ സോൺ അതിന്റെ ജണ്ടയിൽ ക്രമീകരിക്കണം. അതല്ലാത്ത പക്ഷം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ബോർഡ് പറിച്ചു എന്ന്. 100ഓളം ആൾക്കാരുടെ പേരിൽ കേസെടുത്തു. ഞങ്ങൾക്കിവിടെ ഒന്നേ സൂചിപ്പിക്കുവാനുള്ളൂ, ഈ കരയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ പമ്പയാറ് എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിൽ കൂടിയുള്ള ഒരു വേർതിരിവായിട്ട് ഞങ്ങൾ കാണപ്പെടുന്നില്ല. പെരുന്നാട് പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള 4 വാർഡുകളും എരുമേലി പഞ്ചായത്തിന്റെ ഈ 2 വാർഡുകളും കോർത്തിണക്കിക്കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെ ഞങ്ങൾ നിരത്തിക്കൊണ്ട് ബോർഡ് മാത്രമല്ല ഈ പ്രസ്ഥാനം തന്നെ ഇവിടുന്ന് മാറ്റുവാനായിട്ടുള്ള ആർജവമുള്ള തന്റെ ഇടമുള്ള ഒരു പറ്റം ആൾക്കാരാണ് ഈ പ്രദേശത്ത് അധിവസിക്കുന്നതെന്ന് ഇതിനു മുമ്പ് തെളിയിക്കപ്പെട്ടതാണ്. കാരണം ഒട്ടനവധി സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മണ്ണാണിത്. തീർച്ചയായും താങ്കൾ പറഞ്ഞ ഈ നാടിന്റെ വികസനത്തെക്കുറിച്ചെല്ലാം പറഞ്ഞാണ്. എന്തായാലും നാട്ടുകൂട്ടം പെട്ടെന്ന് തിരിച്ചു വരും. ചെറിയൊരു ഇടവേള. നാട്ടുകൂട്ടം പമ്പാവാലിയിൽ തുടരുകയാണ്. പമ്പാവാലിയിലെ മനുഷ്യരുടെ ജനകീയ പ്രശ്നങ്ങൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീണ്ടും തുടരാം. ഇത് ഇപ്പൊ തുടങ്ങിയ പ്രശ്നമല്ല, നിങ്ങൾ കുറേ കാലമായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. എന്താണ് ഇതിന് പരിഹാരം? എന്താണ് നിങ്ങൾക്ക് അതിൽ പറയാനുള്ളത്? ഇത് ഈ പമ്പാവാലിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. നമുക്ക് 1955 തിരുക്കൊച്ചി ഗവൺമെന്റ് ഇത് റവന്യൂവിന് കൈമാറിയ ഭൂമിയാണ്. അതിന് ഉത്തരവുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ഗവൺമെന്റിന് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം വന്ന ഗെയിം സാഞ്ചുറിയിലും അതിനുശേഷം ഈ സമീപകാലത്ത് അതായത് 82 പെരിയാർ ടൈഗർ റിസർവ് പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ പരിധിയിലുമൊക്കെ ഇത് വരുത്തിയത് ബോധപൂർവമായ വനം വകുപ്പിന്റെയും അതിനെ നിയന്ത്രിക്കുന്ന മാഫിയകളുടെയും പ്രവർത്തനമാണ്. കാരണം 1955 റവന്യൂ വകുപ്പിന് കൈമാറിയ ഉത്തരവ് നിലനിൽക്കെ ആ ഉത്തരവ് റദ്ദാക്കാതെ വേറെ ഉത്തരവുണ്ടായാൽ അതിന് സാധ്യതയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഇവിടെ പമ്പാവാലി എന്ന് പറയുന്നത് ഇത് വളരെയേറെ വെല്ലുവിളികൾ നേരിട്ട ഒരു പ്രദേശമാണ്. കാരണം വന്യമൃഗങ്ങളുടെ ശല്യമായാലും മറ്റ് തരത്തിലുള്ള പ്രയാസങ്ങളായാലും ഞങ്ങൾക്കിവിടെ വാഹന സൗകര്യം ഉണ്ടാകുന്നത് 1991 എന്ന് പറഞ്ഞാൽ അത് ജനകീയ കൂട്ടായ്മയുടെ ഫലമായി ഇവിടെ 14 കിലോമീറ്റർ റോഡ്, ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യത്തെ ഏറ്റവും നീളം കൂടിയ റബ്ബറൈസ് റോഡ് നിർമ്മിച്ച് 91 ഇവിടെ 2 കോസ്വേകൾ അടക്കം ഇവിടുത്തെ ആളുകൾ ചെയ്തതാണ്. നാട്ടുകാരുടെ വലിയ ശ്രമമുണ്ട്. നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ ഐക്യമാണ്. ഇവിടെ കാരണം തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ആളാണ്. പക്ഷേ ഞങ്ങളുടെ പ്രശ്നം വരുമ്പോൾ ഞങ്ങളൊന്നാം. പമ്പാവാലിയുടെ ഐക്യം തകർക്കാൻ വേണ്ടി അതിനകത്ത് രാഷ്ട്രീയ കുത്തിത്തിരിപ്പുമായി ആരും പ്രത്യേകിച്ച് ഇറങ്ങി വരണം. പക്ഷേ ഇത്രയും ഐക്യമുള്ള ഒരു മനുഷ്യരാണ്. കാരണം നിങ്ങളുടെ സമരമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുമ്പോഴൊക്കെ വലിയ ജനക്കൂട്ടമുണ്ട്. ഒരേ അഭിപ്രായം. അവിടെ CPM, കോൺഗ്രസ്, BJP, കേരള കോൺഗ്രസ് അങ്ങനെ വ്യത്യാസമൊന്നും അങ്ങനെ കാണുന്നില്ല. പക്ഷെ എന്നിട്ടും നിങ്ങളെ പരിഗണിക്കാൻ സർക്കാരുകൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇത്രയും ഐക്യമുള്ള ഒരു ജനത ഇവിടെയാണ് അവിടെ പാളുന്നത്. അതിന്റെ കൃത്യമായ കാരണം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് പഞ്ചായത്തിലെ 6, 7, 8, 9 വാർഡുകളിലായിട്ട് കിടക്കുന്ന ആളുകളാണ്. 50,000-ലധികം ആളുകളുണ്ട്. ഞങ്ങൾ കുടുംബങ്ങളുണ്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പരിസ്ഥിതി നിയമം, അതായത് ബഫർ സോൺ, സംരക്ഷിത വനങ്ങൾക്ക് ചുറ്റുമുള്ള 1 കിലോമീറ്റർ മേഖല ബഫർ സോണായിട്ട് മാറ്റപ്പെടുമ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പൂർവികന്മാർ 4 തലമുറ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നെറ്റിയിലെ വീർപ്പ് കൊണ്ട് കഷ്ടപ്പെട്ട് വികസനത്തിന്റെ പാതയിൽ എത്തിച്ച ഞങ്ങളുടെ നാട് ഇല്ലാതായി പോവുകയാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് വന്യമൃഗങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെന്നും പരിസ്ഥിതി സംരക്ഷിക്കാനാണെന്നും ഒക്കെ പറയുമ്പോഴും അതിന് പിന്നിലെ വ്യക്തമായ ഗൂഢലക്ഷ്യം ഞങ്ങൾക്കെല്ലാവർക്കും കൃത്യമായിട്ടറിയാം. വിദേശ രാജ്യങ്ങളിൽ നിന്നും കാർബൺ ഫണ്ട് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിക്കൊണ്ട് അതിനുവേണ്ടി മാത്രം ഈ വന്യമൃഗങ്ങൾക്കും പരിസ്ഥിതിക്കും വേണ്ടിയാണെന്ന് വിലപിച്ചുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കാൻ കടപ്പെട്ടവർ തന്നെ ഞങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഒരു തരത്തിൽ പറ്റിക്കുകയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അതായത് വന്യമൃഗ സ്നേഹം കൊണ്ട് അല്ലെ വനസ്നേഹമല്ല എന്നുള്ളതാണ് നിങ്ങൾ. വന്യമൃഗ സ്നേഹം നമ്മുടെ കേരളത്തിലെ കണക്കുകൾ എടുത്തു വെച്ച് നോക്കിയാൽ വനത്തിന്റെ ശോഷണത്തെക്കുറിച്ചൊക്കെ നമ്മൾക്കറിയാം.
വനമൊക്കെ ഇപ്പോൾ തന്നെ കേരളത്തിൽ 30% അടുത്ത് വനമുണ്ട്. ഇനി 3% കൂടി വർദ്ധിപ്പിക്കാനായിട്ട് കാർബൺ ഫണ്ട് വാങ്ങി അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നവരാണ് ഇപ്പോൾ ഈ ബഫർ സോൺ കൊണ്ടുവന്ന് ഈ ബഫർ സോൺ ഏരിയയിൽപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം വനമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഉദ്ദേശം ഇതാണ്. വന്യമൃഗങ്ങളെ സംരക്ഷിക്കുകയോ പരിസ്ഥിതി സംരക്ഷിക്കുകയോ ഒന്നുമല്ല. ഈ കോടിക്കണക്കിന് രൂപ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന കാർബൺ ഫണ്ട് ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ പാവപ്പെട്ട ഞങ്ങളെ കുരുതി കൊടുക്കാൻ ഒരുങ്ങുന്നതെന്ന് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. നമ്മൾ ചോദിക്കുന്ന ഇതിന്റെ പരിഹാരം എന്താണ്, എവിടെ എങ്ങനെ പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ്. വനം നിലനിർത്തി ബഫർ സോൺ ആക്കിക്കോട്ടെ, യാതൊരു തടസ്സവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പൂർണ്ണ സപ്പോർട്ടായതിനെ. വനാതിർത്തി ഇപ്പോൾ ആ കാണുന്ന വനം അതിനപ്പുറം ബഫർ സോൺ ആക്കോ എന്തോ ആക്കട്ടെ, ഞങ്ങൾ ആരും അതിന് ഒരു വ്യക്തമായ തെളിവ് ഈ കാണുന്ന പച്ചിപ്പുള്ള ഈ മരങ്ങളൊക്കെ 20 വർഷക്കാലമായിട്ട് ഞങ്ങളൂടെ കൂടി സംരക്ഷിക്കുക. ഇത് തീ കയറാതെ ഞങ്ങൾ അതായത് ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് വനമേഖലയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. വനം കാണാം, തൊട്ടിപ്പുറത്ത് പള്ളിയുണ്ട്, ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും കടകളും എല്ലാം ഉള്ള സ്ഥലം കൂടിയാണ്. എല്ലാ നിർമ്മാണങ്ങളും നടക്കുന്ന പ്രദേശമാണ്. ഇവിടെ ഞങ്ങളെ എക്കോയുടെ പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവന്നപ്പോൾ മുതൽ ഞങ്ങൾ പൂർണ്ണ സപ്പോർട്ട് കൂടി. കാട്ടിൽ തീ കയറിയ ഈ ഫോറസ്റ്റുകാരൊന്നും അല്ല തീ കെടുത്തുന്നത്, ഞങ്ങൾ പോയി കാണാം ഈ മല മുഴുവൻ തീ കെടുത്താൻ. എത്ര പേർക്ക് അപകടം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പം ആവശ്യം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും അവരുടെ സെറ്റ് ചെയ്തു. ആവശ്യം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കരിയാപ്പലി എടുത്ത് കളയുന്ന പോലെ ഈ ഗവൺമെന്റ് പറയുന്ന പോളിസികളൊക്കെ കയ്പുള്ള ഗുളിക മധുരമുള്ള പഞ്ചസാരയിൽ പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു വാഗ്ദാനം മാത്രമേ ഉള്ളൂ. ഒരിക്കലും വിശ്വസിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ റാന്നി MLA യോട് ചോദിച്ചു, നിങ്ങൾ പറയുന്ന ഏത് മാപ്പാണ് ഞങ്ങൾ അംഗീകരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പം നിങ്ങളവിടെ ഇരിക്കേ ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഒന്നും നടക്കുകയില്ല. വീടാന്തരം വന്ന് ഫോട്ടോ എടുത്ത് കോഴിക്കോട് ഇരുത്തൂടി ഇതെല്ലാം എടുക്കാമെന്ന് പറഞ്ഞു. ഒടുവിൽ അവർ പെരുന്നാട്ടിൽ പോയി തീരുമാനമെടുത്തു വീട് മാത്രം എടുത്തേച്ച് കൊട്ടിയല്ലാൻ. ഇത് നിങ്ങൾ ഈ സർക്കാർ ഇനിയും 19-ാം തീയതി പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. വിശ്വസിക്കാൻ കാരണം ഇതുവരെയുള്ള അനുഭവം ഞങ്ങളെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. ഞങ്ങൾക്കിപ്പോൾ ഉള്ള ഞാനിപ്പം വ്യക്തമായിട്ട് പറഞ്ഞാൽ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ അതൊരു രാഷ്ട്രീയം കടന്നു എന്നുള്ള ചിന്താഗതി വരരുത്. ഇവിടുത്തെ പൊതുവായിട്ടുള്ള ജനങ്ങളെ ഒരു മിതവാദികളും സൽസ്വഭാവികളുമാണ്. അക്രമമോ അനീതിയോ ഒന്നും കടന്നവരല്ല. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഒന്നിച്ച് നടന്ന് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. പിന്നെ പ്രതികരിക്കേണ്ട സ്ഥാനങ്ങളിൽ ചിലപ്പോൾ ഞങ്ങൾ പ്രതികരിക്കും. അന്നേരമാണ് ഞങ്ങൾക്ക് പ്രതിരോധ ശക്തി ആർജിക്കേണ്ടി വരുന്നത്. ഇവിടെ പട്ടാളക്കാർ ഒരു കാലത്ത് ഇറങ്ങി ഇവിടുത്തെ ജനത്തെ നിയന്ത്രിച്ച അന്നും ഞങ്ങൾ എതിർത്ത് നിന്നിട്ടുള്ളവരാണ്. അന്ന് വയലായിടുക്കളയും സന്നിപനവേലിയും ഒക്കെ നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാരമ്പര്യമുള്ള പ്രദേശമാണ് ഇവിടെ. അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ അസംഖ്യത്തോടെ ഞാനിപ്പോൾ മറ്റൊന്നും പറയാനില്ല. PC ജോർജിനെ എനിക്കറിയത്തില്ല. PC ജോർജ് ഇവിടുത്തെ MLA ആയിരുന്നു. ഇപ്പോൾ ഈ ജനങ്ങളുടെ കൂടി ഇവിടെ കണ്ടേനേമായിരുന്നു. ഇവിടെ ഞങ്ങൾക്കും അത് തന്നെയാണ് ഗതി. രാഷ്ട്രീയമായ എതിർപ്പ് കൂടിയുണ്ട്. പൂഞ്ഞാർ MLA കുറിച്ചാണ് താങ്കൾ സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനെ കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അതങ്ങനെ ഒരു പ്രത്യേക വ്യക്തിപരമായ ആരോപണങ്ങൾ? ഈ പെര കത്തുമ്പോൾ ഉറ്റ് വെള്ളമെങ്കിലും ഒഴിച്ച് തീ കെടുത്താൻ ആളുകൾ ഓടിക്കൂടുമല്ലോ. ഓടിക്കൂടുന്നവരല്ലേ പ്രശ്നങ്ങൾ എത്രയും വേഗത്തിൽ പരിഹരിക്കണമെന്നുള്ള ആഗ്രഹത്തിന് വെളിച്ചത്തിൽ ആവശ്യം കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. ആരും വന്നാലും ആരിടപെട്ടാലും ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ആവേശം കൊണ്ട് പറയുന്നതാണ്. പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രാഷ്ട്രീയമല്ല, ഇവിടെ ദേശീയ തലത്തിൽ മുതലുള്ള എല്ലാ നേതാക്കന്മാരും വന്നു പോയ ഒരു മണ്ണാണിതിപ്പോൾ. ഈ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഈ കേരളത്തിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഞങ്ങളെല്ലാവരും വരുമ്പോൾ അവർക്ക് പരിപൂർണ പിന്തുണ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഏതു മാർഗം സ്വീകരിച്ചാൽ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാമെന്നുള്ളതല്ലാതെ ഈ പ്രദേശത്തെ ജനത്തിന് അതിനപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയം ഇപ്പം ചിന്തിക്കുന്നേ ഇല്ല. ഈ വനങ്ങളെല്ലാം നിങ്ങളിപ്പോൾ കണ്ടു കൃത്യതയാക്കിയതാണ്. ഈ വനം ഇതേ രീതിയിൽ ഇവിടെ നിൽക്കണമെങ്കിൽ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ വനം ഇതേ രീതിയിൽ നിൽക്കുന്നത്. നാളുകളിൽ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും ആലപ്പുഴയിൽ നിന്നും വന്ന ഇതുവരെ വനം കാണാത്തതായ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അവർ റോഡിൽ കൂടി വണ്ടിയെ വന്നിട്ട് ടാറിങ് റോഡിൽ ഇരുന്നിട്ട് പോകുന്നതല്ലാതെ ഈ പ്രദേശത്ത് നിന്ന് നിയോഗിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഈ വനം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് വസിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായ ജീവിക്കുവാൻ ആവശ്യമായ സപ്പോർട്ട് ചെയ്തു കൊടുത്തില്ല എങ്കിൽ ഇതിന്റെ പ്രതിഫലം കൃത്യമായിട്ട് കണ്ടറിയേണ്ടതായിട്ട് വരുമെന്നുള്ള ഒരു വാണിംഗ് കൂടെ കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ചേട്ടാ എന്താ പറയാനുള്ളത്? ചേട്ടൻ സംസാരിച്ചു. ഈ പ്രദേശം ജനവാസ മേഖലയെ ഒഴിവാക്കി തരണം. ഫോറസ്റ്റുകാർ അവരുടെ ഫോറസ്റ്റ് കാര്യങ്ങൾ നടക്കട്ടെ, ഇത്രേ നമുക്ക് പറയാനുള്ളൂ.
ഇവിടെ ഇതിനകം തന്നെ ഇത് ഇപ്പോഴും എങ്ങനെ അത്ഭുതകരമായ വനം ഭൂമിയായി നിൽക്കുന്നുള്ളൂ. കാരണം ഇവിടെ വീടുകളുണ്ട്, ഇത്രയധികം മനുഷ്യർ ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കളോ അല്ലെ ഇപ്പോഴും ഇപ്പൊ എല്ലാവരുടെയും പിന്തുണ നിങ്ങൾക്കാണ്, കക്ഷി രാഷ്ട്രീയം അല്ലെങ്കിൽ എല്ലാവരുടെയും പിന്തുണയുണ്ട്, സർക്കാർ പറയുന്നുണ്ട് നിങ്ങളുടെ വാദങ്ങൾ ശരിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് പിന്നെയും എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്, വീണ്ടും സംശയമാണ്. അതായത് ഈ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ, ഇത് കോടതി വിധിയുടെ ഭാഗമായിട്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ ബഫർ സോൺ എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായത്. ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒഴിവ് കിട്ടണമെങ്കിൽ അതിനുള്ള മാർഗവും ആ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വഴിയിലേക്ക് നമ്മളെ സംരക്ഷിക്കേണ്ട നമ്മുടെ ഭരണകർത്താക്കൾ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ള, ഇന്ന് ഈ നിമിഷം വരെ എത്തിയിട്ടില്ല. നമ്മൾ സെൻട്രൽ സുപ്രീം കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ബഫർ സോണിൽ നിന്ന് എന്തെങ്കിലും ഒഴിവ് കിട്ടണമെങ്കിൽ സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിയെ സമീപിക്കണം നിങ്ങളുടെ ആ എക്സെപ്ഷന് വേണ്ടി. ആ സെൻട്രൽ എംപവേർഡ് കമ്മിറ്റി ഈ നിമിഷം വരെ നമ്മുടെ സർക്കാർ സമീപിച്ചിട്ടില്ല. അപ്പോൾ അതിന്റെ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ ഇതിനകത്ത് കുരുക്കുക എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിനുവേണ്ടിയാണ് പലതരത്തിലുള്ള മാപ്പുകളും പലതരത്തിലുള്ള ആപ്പുകളും ഒക്കെ ആയിട്ട് ഞങ്ങളെ ഇങ്ങനെ ആപ്പിലാക്കിയിരിക്കുന്നത്. ഈ സർക്കാർ ഈ വിഷയം ഇനി മനസ്സിലാക്കാനുണ്ടോ, അങ്ങനെ തോന്നുന്നുണ്ടോ? എന്താണ് ഈ സർക്കാർ മനസ്സിലാക്കാഞ്ഞിട്ടല്ല, ഇത് ഈ കാർബൺ ക്രെഡിറ്റ് ഫണ്ടിന്റെ തള്ളാണ്. കൃത്യമായ ഒരു ഓഡിറ്റും ഈ സംവിധാനങ്ങളും ഒക്കെ, അതായത് ഈ കാർബൺ ക്രെഡിറ്റ് ഫണ്ട് വരുന്നതിന് അതിന് കൃത്യമായ ഒരു ഓഡിറ്റും സംവിധാനവും ഒക്കെ ഉണ്ടായി വനം ഉദ്യോഗസ്ഥന്മാരുടെ ആവേശമൊക്കെ കുറയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ജീവിക്കുന്നു, ഒരു 4 തലമുറ ജീവിക്കുന്ന ആളുകളെ ഇത് വനമാണെന്ന് പറഞ്ഞ് ഇത് നാട്ടിപ്പായിക്കാൻ ആരെ കൊണ്ട് പറ്റും? ഇത് ഗവൺമെന്റ് ഉത്തരവ് തന്നെ റവന്യൂ ഭൂമിയാണ്. കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇത് റവന്യൂ ഭൂമിയാണ്. ഇവിടെ വനമാണെന്ന് ഇവരെങ്ങനെയാണ് നാളെ പറയുന്നത്? ഇതിന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഏതായാലും ഇത് തിരുത്തിയേ മതിയാവും. ഗവൺമെന്റിന്റെ ഈ നിലപാട് ഇത് തിരുത്തിയേ മതിയാവും. ഞങ്ങൾക്കിവിടെ ജീവിക്കണം, ഞങ്ങളങ്ങും വേറെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കൃത്യമായ ചെറുത്തുനിൽപ്പ് ഈ ജനതയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഏറ്റവും അവസാനമായി ചോദിക്കുകയാണ്, സമരവുമായി മുന്നോട്ട് പോകണം, അത് എങ്ങനെയാണ് അതിന്റെ ഒരു തുടർ നടപടികൾ? സമരങ്ങൾ ഏതായാലും സമരത്തിൽ ഞങ്ങൾ പിന്മാറത്തില്ല. കൃത്യമായി മന്ത്രി ഒന്ന് ഉറപ്പ് നൽകി കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും സമരം മന്ത്രി പറഞ്ഞത് പച്ച കള്ളവാണ്. മന്ത്രി പറഞ്ഞത് കള്ളവെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നിയമപരമായി വൈൽഡ് ലൈഫിനകത്തല്ല, സാങ്ച്വറിക്കകത്തല്ല. ഞങ്ങളോട് തിരുവനന്തപുരത്ത് ഞങ്ങൾ മന്ത്രിയെയും വനമന്ത്രിയും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങളോട് തന്നത് ഈ 19-ാം തീയതി സ്റ്റേറ്റ് വൈൽഡ് ലൈഫ് ബോർഡിന്റെ മീറ്റിംഗ് ഉണ്ട്, അത് അവിടെ വെച്ച് ഞങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യും, അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞു. ആ മന്ത്രി ഇന്നലെ വന്നിട്ട് പറയുകയാണ് നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡ് തീരുമാനിച്ചു പമ്പാവാലിയെ ഏഞ്ചൽ വാലിയെയും വനഭൂമിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അതിനകത്ത് എന്നാ യുക്തിയാവുള്ളത്? 19-ാം തീയതി സ്റ്റേറ്റ് വൈൽഡ് ലൈഫ് ബോർഡിന്റെ മീറ്റിംഗ് കൂടി അങ്ങനെ ഒരു പ്രൊപ്പോസൽ നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡിന് കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ ചർച്ച ചെയ്യും തീരുമാനം ഉണ്ടാകത്തുള്ളൂ. എന്തായാലും ഇത്തവണ നിങ്ങൾ വിടാൻ തയ്യാറല്ല സമരം? തീർച്ചയായിട്ടും ഇതിവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് ഇനിയും ഉറപ്പുകളിലൊന്നും ഇല്ല, കാര്യം നടന്നു കിട്ടണം. ഞങ്ങൾക്ക് കാര്യം നടന്നു കിട്ടിയാൽ മാത്രം മതി. വനവും തിരിച്ച് വനത്തിന്റെ അതിർത്തി അവർ കൊണ്ടുപോയിക്കോട്ടെ, ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. ഈ ജനത ആഗ്രഹിക്കുന്നുകൊണ്ടാണ് ഈ വനം ഇന്ന് ഇത്ര പച്ചിപ്പാടി നിൽക്കുന്നത്. പണ്ടൊക്കെ ഇത് തീ കത്തുന്ന ഒരു മേഖലയായിരുന്നു. അതായത് എന്തായാലും ഇനി നിങ്ങൾ ഇതെല്ലാം സംരക്ഷിക്കാനായാലും നിങ്ങൾ ഇവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഉറപ്പുകളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, തീരുമാനങ്ങളിൽ എത്തിക്കുന്നതിനകത്ത് ഞങ്ങൾക്ക്. എന്തായാലും അത് തന്നെയാണ് ഈ മനുഷ്യർ, ഏതാണ്ട് 5000-ഓളം മനുഷ്യരുണ്ട്, അവരിലെ ചെറിയൊരു വിഭാഗമാണ് നമ്മുടെ ഒപ്പം ചേർന്നത്. പക്ഷെ അവരുടെ വികാരങ്ങൾ, ഈ മനുഷ്യരുടെ മുഴുവൻ പേരുടെയും വികാരങ്ങൾ തന്നെയാണ് അവർ പങ്കുവെക്കുകയും ചെയ്തത്. നാട്ടുകൂട്ടം തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്തരം വിഷയങ്ങളുമായി വീണ്ടും കാണാം.